ഒരു കാലത്ത് വീടുകളിലെ പ്രൗഢിയുടെ പ്രതീകമായിരുന്നു പത്തായങ്ങൾ. കൃഷി അന്യം നിന്നുപോയ പുതിയ കാലത്ത് സൂക്ഷിക്കാൻ ധാന്യങ്ങളില്ലാതെ വയറൊഴിഞ്ഞ് കിടക്കുകയാണ് ഇവ. പുതിയ തലമുറയ്ക്ക് കൗതുക കാഴ്ചയാകാൻ പോലും ഇല്ലാതായി പത്തായങ്ങൾ അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു. ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ വമ്പൻ സംഭരണി നെൽകൃഷിയും മറ്റും ചുരുങ്ങിയതോടെ അപ്രത്യക്ഷമായി തുടങ്ങി. കൂട്ടുകുടുംബങ്ങൾ അണുകുടുംബങ്ങളിലേക്ക് വഴിമാറുക കൂടി ചെയ്തതോടെ പത്തായങ്ങളുടെ നല്ല കാലത്തിനും അവസാനമായി. മണ്ണും ചാണകവും കരിയും കൂട്ടി മെഴുകിയവയായിരുന്നു പണ്ടത്തെ വീടുകളുടെ തറകൾ. ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഈ തറയിൽ ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനാവില്ല. ഇതിന് പരിഹാരമായിരുന്നു പത്തായങ്ങൾ. തേക്ക്, ഈട്ടി, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങിയ മരത്തടികളാണ് പത്തായ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. ബലത്തിനും സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകിയായിരുന്നു നിർമ്മാണം. കട്ടിലിന്റെ ഉയരമുള്ളവ മുതൽ ഒരാൾ പൊക്കത്തിലുള്ളവ വരെ വീടുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർമ്മിച്ചിരുന്നു. ഒന്നിലേറെ പത്തായങ്ങൾ സൂക്ഷിക്കുന്നതിന് ചിലയിടങ്ങളിൽ പത്തായപ്പുരകളും ഉണ്ടായിരുന്നു. ചില വലിയ വീടുകളിൽ നിർമ്മാണഘട്ടത്തിൽ തന്നെ പത്തായത്തിനായി പ്രത്യേക മുറികൾ ഒരുക്കിയിരുന്നു. നെല്ല്, കുരുമുളക്, ആട്ടിയ വെളിച്ചെണ്ണ, വാഴക്കുല, ചേന തുടങ്ങിയവയെല്ലാം പത്തായത്തിൽ സൂക്ഷിച്ചിരുന്നു. പത്തായത്തെ പട്ടിണിക്കിടരുതെന്ന ചൊല്ല് അനർത്ഥമാക്കും വിധം എന്തെങ്കിലും കരുതി വയ്ക്കാനും പഴമുറക്കാർ ശ്രദ്ധിച്ചിരുന്നു. പല വീടുകളിലും ഓട്ടുരുളിയടക്കമുള്ള വിലപിടിപ്പുള്ള പാത്രങ്ങളും പത്തായത്തിൽ സുരക്ഷിതമായിരുന്നു. തുണി വിരിച്ചും കിടക്കയിട്ടും കട്ടിലാക്കിയും പത്തായങ്ങളുടെ രൂപങ്ങൾ മാറി. പുതുതലമുറയ്ക്ക് കൗതുക കാഴ്ചയൊരുക്കാൻ ഒറ്റപ്പെട്ട ചില വീടുകളിൽ ഇപ്പോഴും വയറൊഴിഞ്ഞ പത്തായങ്ങളുണ്ട്. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.